നാഭിയിൽ മൂക്ക് ചേർത്ത് സാഷ്ടാംഗം വീഴുന്നത് പ്രണയഭാജനത്തിൻ്റെ മാറിലേക്കല്ലേ? മണ്ണിൻ്റെ പൊക്കിലാണ് സുജൂദ് ചെയ്യുന്ന ഓരോ ബിന്ദു. ചിമ്മിയ നിന്റെ കണ്ണുകൾ എന്നത് ഖഅബയുടെ അടഞ്ഞ വാതിലുകളാണ് എനിക്ക്. ഒറ്റ നിമിഷത്തിൻ്റെ നോട്ടമറയിൽ മരുഭൂമിയുടെ ഋതുക്കൾ പൊള്ളിക്കരിഞ്ഞു പോകുന്നു. റൂമിയെക്കുറിച്ച് അറിയാത്തവരില്ല. എന്നാൽ അദ്ദേഹത്തിൻ്റെ പിൻഗാമി എന്നവകാശപ്പെടാവുന്ന ഒരാൾ അദ്ദേഹത്തിൻ്റെ സന്താനങ്ങളിൽ നിന്ന് ഉണ്ടായിട്ടുണ്ടാവുമോ? ഉണ്ടായിട്ടുണ്ട്. ജഫുവിൻ്റെ വെളിച്ചമറിവുള്ള തൊട്ടാവാടികൾ എന്ന ഈ ഹിസ്റ്റോറിക്കൽ ഫിക്ഷൻ ആ കാലപുരുഷൻ്റെ പ്രതിനിധിയെ കണ്ടെത്തുക എന്ന ദൗത്യമാണ് നിറവേറ്റുന്നത്. റൂമിയുടെ മകനായ അലാവുദ്ദീനിൽ നിന്ന് തുടങ്ങുന്ന കഥയെ നമുക്കിതിനെ വായിച്ചു തുടങ്ങാം. സഹനം ഋതുക്കൾ ഉണങ്ങിയ മനുഷ്യ മരങ്ങളാണ്. നഖപ്പാട് നമ്മൾ ഒന്നിച്ച് പൂത്ത നേരത്തിൻ്റെ ബാർക്കോഡ്. ഇത്തരം മനോഹരവും ഹൃദ്യവുമായ കവിതാശകലങ്ങൾ ഈ പുസ്തകത്തിൽ ഉടനീളം കാണാം. അൽവാനും ഫജറും പ്രണയത്തിലാണ്. ലൈല മജ്നുവിനേക്കാൾ ഗാഢമായ പ്രണയം. മനുഷ്യനെ പ്രണയിക്കാത്തവൻ ദൈവദർബാറിൻ്റെ വാതിലുകൾ എങ്ങനെ ധൈര്യപൂർവ്വം തള്ളിത്തുറക്കും. ഫജറിൻ്റെയും അൽവാൻ്റെയും പ്രണയയാത്രകൾ പദ്യവും ഗദ്യവും വീഴ്ചയിലേർപ്പെടുന്ന തീവ്രമായ പ്രണയാക്ഷരങ്ങളാണ് ഈ പുസ്തകം. ചുംബനമൊരു തൗബയാണ്. മറുചുംബനമാണത് സ്വീകരിക്കുന്നത്. നീ എൻ്റേതാണ്, വരാനിരിക്കുന്ന നിന്റെ തെറ്റുകളെയും ഞാൻ പുറത്തിരിക്കുന്നു.